വളരെ സന്തോഷത്തോടെ പോകണമെന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. പക്ഷേ ട്രംപും ഇസ്രായേലും അതിന് സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ആകെ ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകത്ത് മിഡിൽ ഈസ്റ്റിൻ്റെ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന റംസാൻ അത്ര സുഖകരമായിരിക്കില്ല എന്ന വാർത്തയാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഇറാനിയൻ ഒബ്സർവർ എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്. അദ്ദേഹം പറയുന്നത് ഇറാനിലെ ഈ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലെ ഖത്തർ, സൗദി അറേബ്യ, ജോർദാൻ, UAE ഈ മേഖലകളിലാണ് കൂടുതലായിട്ട് അസറ്റുകളെ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളെ അമേരിക്ക കൊണ്ടുവന്ന് ലോഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വശമായിട്ട് പറയുന്നത് ഈ ബഹ്റൈൻ്റെ ഭാഗമായിട്ടും അത്ര കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ ചെറിയ രൂപത്തിലൊക്കെ അമേരിക്ക കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നോക്കുമ്പോൾ മൊത്തമായിട്ട് ഈ എന്തെങ്കിലും ഒന്ന് പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ UAEയും ഖത്തറും സൗദി അറേബ്യയും ജോർദാനും ഒക്കെ ഈ ബഹ്റൈനും ഒക്കെ ആയിട്ട് വലിയ രൂപത്തിൽ വില നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വരുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന റംസാൻ അത്ര സുഖകരമായിരിക്കില്ല എന്ന വാർത്തയാണ്. ആരെയും പേടിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളെ കണ്ട സ്ക്രീൻഷോട്ടിലുള്ളതാണ്. അപ്പം പ്രത്യേകിച്ച് റമദാൻ മാസം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ നല്ല സൂക്ഷ്മത വരുത്തൽ നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പഠിച്ചുകൊടുക്കുമ്പം കൃത്യമായി പറയാൻ പറ്റുന്നത് ഈ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട് 72 മണിക്കൂർ വളരെ നിർണായകമാണ്. യുദ്ധത്തിൻ്റെ സമയവും സാഹചര്യവും ചെയ്യേണ്ട രീതിയും ഒക്കെ ട്രംപ് അവരുടെ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ സൈന്യത്തിന് ഫോഴ്സിന് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനോടനുബന്ധമായിട്ട് ഇസ്രായേലും വളരെ വലിയ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെയും ചില മാധ്യമങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇത് കൂട്ടി വായിക്കുകയാണെങ്കിൽ റമദാൻ കഴിയുന്നതിന് മുമ്പായിട്ട് ഒരു യുദ്ധത്തിൻ്റെ ഒരു അലയൊലി ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ പോലും അതൊന്നുകൂടി മൂർച്ഛിക്കുകയും അവസാനഘട്ടം യുദ്ധം തുടങ്ങാനുള്ള സാധ്യതയും ഉള്ളതായിട്ടാണ് ഇൻ്റർനാഷണൽ ലെവൽ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിൻ്റെ ഒരു പ്രയാസമോ അല്ല പ്രതിസന്ധിയോ ഇന്ന് വരെ ഈ സമയം വരെ മിഡിൽ ഈസ്റ്റിൽ എവിടെയും ഒരു പ്രതിസന്ധി എവിടെയും കാണുന്നില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഡിപ്ലോമാറ്റിക് സൈഡാണ്, അഥവാ അവരുടെ നയതന്ത്ര ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. ലാസ്റ്റ് മൊമെൻറ്റിൽ മാത്രമാണ് ജനങ്ങൾക്ക് ഈ വിവരം നൽകുള്ളൂ. കാരണം പാനിക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രാജ്യവും അങ്ങനെ ചെയ്യുന്നത്. ആദ്യമേ ഈ ചർച്ച പൊതുജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്താൽ ജനങ്ങളുടെ എല്ലാ പരിപാടി റൂട്ടീൻസൊക്കെ മാറും. അത് രാജ്യത്തിന് വലിയ ഭീമമായ നഷ്ടങ്ങൾ വരും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ UAEയിലോ ഖത്തറിലോ ദുബൈയിൽ അതേപോലെ തന്നെ സൗദി അറേബ്യയിലൊക്കെ ഉള്ള ജോർദാനിലൊക്കെ ഉള്ള ആളുകൾ ഇത് കാണുമ്പോൾ നിങ്ങൾ കരുതണ്ട ഇത് പറഞ്ഞ് വെറുതെ പോവുകയാണെന്ന്. കാരണം ഡിപ്ലോമാറ്റിക് സൈഡ് എന്ന് പറയുന്നത് ഏതാനും ചില ആളുകൾ രാജ്യത്തിൻ്റെ ഉന്നതതല ചർച്ചകൾ നടത്തുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അവസാന മൊമെൻറ്റിൽ മാത്രമേ അവിടുത്തെ സാധാരണ സിവിലിയൻസിന് ഈ വിവരങ്ങൾ കൈമാറുള്ളൂ. അതും അറ്റ് ലാസ്റ്റ് മൊമെൻറ്റിൽ, അഥവാ 48 മണിക്കൂർ പോലും നമ്മൾ കണ്ടെടുത്തോളം ഉണ്ടായിട്ടില്ല. 24 മണിക്കൂറൊക്കെയാണ് പലപ്പോഴും പറയാനുള്ളത്. പോളിഷ് ഗവൺമെൻറ് അഥവാ പോളണ്ടുകാർ ഇറാനിലുള്ള ആളുകളൊക്കെ തിരിച്ച് വിളിച്ചു എന്ന് പറയുന്നത് ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. കാരണം പോളിഷിൻ്റെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക നേതാവ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഇറാനിൽ നിന്ന് പുറത്തേക്ക് വരിക, ഒരിക്കലും സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതെത്രയും പെട്ടെന്ന് എത്തിയേക്കാം. ഈ വാക്കാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അവിടുത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ഉപയോഗിച്ച പദങ്ങൾ ഇതേപോലെയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ മേഖലയിലും കാര്യമായ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇനി ഒരു പോയിൻറ്റ്സ് അതല്ലെങ്കിൽ ഒരു മൊമെൻറ്റം ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പോളണ്ടുകാർ ഇത്രയും നാൾ പറയാത്ത കാര്യങ്ങൾ, സ്വന്തം രാജ്യത്തെ പൗരന്മാരെ ഇറാനിലുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തിരിച്ചു വരൂ, ഇനി ഒരിക്കലും സാധ്യമല്ലാത്തൊരു ദിവസത്തേക്ക് നിങ്ങൾ കാത്തിരിക്കരുത്, അത് സാധ്യമായി കൊള്ളണമെന്നില്ല എന്നൊക്കെ പറയുന്ന ഭീകരമായിട്ടുള്ള വാർത്തകളും വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പലരും പറഞ്ഞിരുന്നു റമദാൻ അത്ര സുന്ദരമാകൂല എന്ന് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അവിടത്തേക്കാണ് കാര്യങ്ങൾ ഏറെക്കുറെ എത്തി നിൽക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് അടിക്കാനുള്ള എല്ലാ പാകപ്പെടലുകളും നടത്തിയത് ജോർദാനിൽ നിന്നാണ്. അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്താണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സംഭവിക്കുന്നു എന്നതൊക്കെയാണ് പറയുന്നത്. എൻ്റെ വകയല്ല, നിങ്ങൾ കണ്ട സ്ക്രീൻഷോട്ടിലുണ്ട്. അപ്പം മൊത്തമായിട്ട് ഒരു ആശങ്കയുടെ ഒരു വക്കിലാണ് ഇപ്പോൾ ലോകമുള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ റമദാനൊക്കെ സന്തോഷത്തോടെ നമ്മൾക്ക് കഴിച്ചു കൂട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, വേറെ മാർഗ്ഗമൊന്നുമില്ല. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ആയുധം ദുആ എന്നാണല്ലോ. അതുകൊണ്ട് പ്രതീക്ഷയോടെ ജീവിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.